ജാതി അധിക്ഷേപത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ശാന്തിക്കാരൻ രാജിവെച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്കും ഇടത് യൂണിയൻ നേതാവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ജാതി അധിക്ഷേപ പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസ്. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. ജനം ഇമ്പാക്ട്. 2024 തത്തപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പകരക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് പട്ടികജാതിക്കാരനായ ശാന്തിക്കാരൻ വിഷ്ണുവിനെ ക്ഷേത്ര മുൻ ഉപദേശക സമിതി അംഗം ജയേഷ് ജാതീയമായി അധിക്ഷേപിച്ചത്. ഇതിനെതിരെ നൽകിയ പരാതി പിൻവലിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഇടത് യൂണിയൻ നേതാക്കളും ഭീഷണിപ്പെടുത്തുകയും വിഷ്ണുവിനെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. കേസ് പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതിന് പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ സുജാത, CITU ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ നേതാവ് കൃഷ്ണൻ എംബ്രാതിരി എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. ക്രിമിനൽ ഭീഷണി, മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ തുടങ്ങിയവ ഇവർക്കെതിരെ ചുമത്തി. ഞാനിവിടെ തത്തപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ പറവൂർ ഗ്രൂപ്പിലുള്ള തത്തപ്പള്ളി ദേവസ്വത്തിൽ അവിടെ ശാന്തി കഴിക്കാനായിട്ട് പകരം വ്യവസ്ഥയിൽ ശാന്തി കഴിക്കാനായിട്ട് പോയ സമയത്താണ് സമീപവാസിയായിട്ടുള്ള മുൻ ഉപദേശക സമിതി അംഗം ജയേഷ് വന്നിട്ട് നമ്മളോട് ജാതി ചോദിക്കുകയും അതിനെതിരെ നമ്മൾ കേസ് ഹൈക്കോടതിയിൽ, ഇപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിനൊക്കെ കൊടുത്തു, ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ജാമ്യം. അത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് 2024 അതിനെ തുടർന്ന് ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ സർവീസ് അതിന് ശേഷം ഒരുപാട് നമ്മളെ ഈ ജാതിപരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പകരം വ്യവസ്ഥയിൽ അതിനുശേഷം നോക്കിയ ക്ഷേത്രത്തിൽ നിന്നും അവിടെ പകരം വ്യവസ്ഥ നോക്കാൻ പാടില്ല, അവിടെ പകരം വ്യവസ്ഥയിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ ഇടത് യൂണിയൻ്റെ തന്നെ CITUവിൻ്റെ തന്നെ യൂണിയൻ നേതാവായ മുൻ യൂണിയൻ നേതാവായ ദേവസ്വത്തിലെ യൂണിയൻ നേതാവായ ഒരു എംബ്രാന്തിരി അദ്ദേഹം പലതവണ നമ്മളെ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ജാതീയമായി അധിക്ഷേപിക്കപ്പെട്ടതും ഇടത് നേതാക്കൾ വേട്ടയാടുന്നതും സംബന്ധിച്ച് ജനം TV വാർത്ത നൽകിയിരുന്നു. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ദേവസ്വം സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ദേശീയ പട്ടികജാതി കമ്മീഷൻ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് നോർത്ത് പറവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.